മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വഴിയിലേക്ക് കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും ആഘോഷങ്ങൾക്ക് പോകുമ്പോഴൊക്കെ അപ്പോൾ ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ എവിടെയോ ഒരു ഡിഫക്റ്റ് പോലെ തോന്നിക്കും. അതിൽ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇതിനെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണമെന്നുള്ളൊരു ചിന്താഗതി. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ. ജോലിക്കാര്യത്തിലോ പഠിക്കുന്ന കാര്യത്തിലോ മാത്രമാണെങ്കിൽ വേണ്ടില്ല, എല്ലാ കാര്യങ്ങളിലും. ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലായാലും വിവാഹം ചെയ്യുന്ന കാര്യത്തിലായാലും നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുള്ളതും എല്ലാം മറ്റൊരാളുടെ അഭിപ്രായത്തിന് വിധേയമായി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഒരാളെ ആയിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കീഴ്പ്പെട്ട് ഇരിക്കുകയാണ്. ഇനി ഈ ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരാളെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതിന് ഇവർക്ക് ഈ സ്ഥാനത്ത് വയ്ക്കുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഭയങ്കര ഭയമാണ്. ആത്മാഭിമാനം കുറച്ച് കുറവാണ്. ഇത് കാരണം അവർക്ക് പുതിയതായ ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യുന്നതിനൊന്നും സാധിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്, ജനിതക ഘടകങ്ങൾ പറയുന്നുണ്ട്, അതോറിറ്റേറ്റീവായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ കാരണമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, അച്ഛൻ വന്ന് സകലതും ഓർഡർ ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ ഒരു അന്വേഷണം പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്കും ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുക, ഡ്രസ്സ് ധരിക്കുക, അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അതോറിറ്റേറ്റീവായിട്ട് വരുന്നതാണെങ്കിലും ഇങ്ങനെ വരാനൊരു ചാൻസസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് അഭിപ്രായമില്ല എന്നുള്ളത് ഇത് വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അമ്മ പറയുന്നത് കേൾക്കൂ, അമ്മ പറയുന്നത് അനുസരിക്കൂ എന്ന് പറയുന്ന അമ്മ മോൻ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഇതിനെക്കുറിച്ച്. ഇപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം ആരായുന്നത് തെറ്റാണെന്നോ അത് അങ്ങനെ ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും എന്ത് കാര്യത്തിനും നമ്മളെ സംബന്ധിക്കുന്ന എല്ലാത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങളെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിച്ചിട്ട് അവിടെ സൈക്കോ തെറാപ്പിയോ ഓക്യുപേഷണൽ ബിഹേവിയർ തെറാപ്പിയോ ഇനി ആങ്സൈറ്റി കൂടുതലെങ്കിൽ മെഡിക്കേഷനോ ഒക്കെ വഴി ട്രീറ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. നോ പറയാനുള്ള കഴിവില്ലാത്തവർക്ക് അസർട്ട് ട്രെയിനിങ് സ്കില്ലുകളൊക്കെ ഇവരിൽ ഡെവലപ്പ് ചെയ്യിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത്തരം ഒരു മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അവർക്ക് സാധിക്കും.